നീ രാവിലെ തൊട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണല്ലോ. എന്താടി കാര്യം? ആരാ? ചുമ്മാ പൊടി. ഉം, എന്നാലും എന്തോ ഉണ്ട്. പറ. പറ. ഒന്നുമില്ലടി, നാളെ ഒരു കൂട്ടർ എന്നെ കാണാൻ വരുന്നുണ്ട്. അതിന്റെ ടെൻഷനില്ല. ടെൻഷനാണോ അതോ എക്സൈറ്റ്മെന്റ് ആണോ? പൊടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. അനീറ്റ. സർ. എടി നോക്ക്, ഇവക്കെന്ത് പറ്റി? വാ നമുക്ക് ചോദിക്കാം. എടി, ഒറ്റയ്ക്ക് എന്താ ഇവിടെ പരിപാടി? ഇന്നലത്തെ കാര്യം എന്തായെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പറ. ഓ, അത് നടക്കില്ലടി. ചെറുക്കൻ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അത് സാരില്ലടി, പോട്ടെ. നിനക്ക് വേറെ നല്ലത് കിട്ടും. പക്ഷെ നല്ലത് മൂന്നാമത്തെ അല്ലേ? ആ, ബ്രോക്കർ പറഞ്ഞത് പെണ്ണിന്റെ പല്ല് പൊന്തിയിട്ടാന്നാ. ആ, ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും. ചോ, നീ ടെൻഷൻ അടിക്കണ്ടടി. ഈ ആകാശത്തിന് കീഴിൽ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. നിനക്ക് എന്റെ പല്ല് ഓർമ്മയുണ്ടോ? നിന്നെക്കാളും പൊന്തിയതായിരുന്നു എന്റേത്. എന്നിട്ട് എങ്ങനെ ശരിയായി? അതിനും ഇപ്പം മാർഗങ്ങളൊക്കെ ഉണ്ടല്ലേ? ഈ ഒറ്റക്കമ്പിയിട്ടാ ശരിയാവോ? അതല്ലടി, എന്റെ കാര്യത്തിൽ 2 വർഷത്തോളം എടുത്തു. ഊരി മാറ്റാൻ പറ്റാത്ത കമ്പിയായിട്ടത് നിനക്ക് ഓർമ്മയില്ലേ? മുത്തുപോലത്തെ എന്റെ വായിലിരുന്നത്. അത് വെച്ചിട്ടാണ് എന്റെ പല്ല് താന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒറ്റക്കമ്പിയിട്ട് ഇതിനെ 1 വർഷത്തോളം ഇടണമെന്ന് അവര് പറഞ്ഞത്. ഓ, എൻ്റെ വീട്ടിൽ ഇതൊന്നും സമ്മതിക്കില്ലടി. കമ്പിയിട്ട മോണയ്ക്കും എല്ലിനും ദോഷാണെന്നും പല്ലെടുക്കുമ്പം 2 കവിളും ഒട്ടിപ്പോകുന്ന അമ്മ പറയുന്നത്. അങ്ങനെയൊന്നുമില്ലടേ, അതൊക്കെ വെറുതെ പറയുന്നതാ. ഞാൻ നിന്റെ അമ്മനോട് സംസാരിക്കാം. നിനക്കറിയാലോ എന്റെ ചേട്ടൻ ഡെന്റിസ്റ്റ് ആണെന്ന്. ആ, അയ്യോ, ഞാനത് മറന്നു. ആ, ചേട്ടനാണ് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരുന്നത്. നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചേട്ടനോട് ചോദിച്ചോ. ചേട്ടൻ ഇപ്പൊ എത്തും. അതെ, നിങ്ങൾ പോയി സംസാരിക്ക്. ഞാൻ ആ സമയം കൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ശരി. നീങ്ങുവാ. അതാ ചേട്ടൻ. ഹായ്. ഹായ് ചേട്ടാ, ഇത് എന്നാ? ഇതാണ് എന്റെ ചേട്ടൻ. ഹായ്. ഹായ്. നിങ്ങൾ വല്ലതും കഴിച്ചാണോ? ഇല്ല, കഴിച്ചില്ല. എന്നാ വാ, ക്യാൻറ്റീനിലേക്ക് പോവാം. അവിടെ ഇരിക്കാം. അങ്ങോട്ടിരിക്കേ. എടി, എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ? ചേച്ചി, 3 കോഫി 3 സാൻഡ്വിച്ച്. ആ ശരി. മോൾക്ക് പല്ലിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലേ? ചേട്ടാ, ഞങ്ങളിപ്പോ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവയ്ക്ക് എന്തൊക്കെയോ ചേട്ടനോട് ചോദിക്കാനുണ്ടെന്ന്. ആ, അതിനെന്താ, ചോദിച്ചോളൂ. താങ്ക് യു. എൻ്റെ പല്ല് ഒരുപാട് പൊങ്ങിയതല്ലേ. എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷമിക്കണ്ട, അത് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇതാ.
അപ്പൊ ചേട്ടാ എൻ്റെ മോണയും പൊങ്ങിയിട്ടില്ലേ? ഇല്ല, മോണ പൊങ്ങുന്നത് യൂഷ്വലി മേൽത്താടിയുടെയോ കീഴ്ത്താടിയുടെയോ വളർച്ചയുടെ ഘട്ടത്തിലുണ്ടാവുന്ന വ്യതിയാനം മൂലമാണ്. വളർച്ചയുടെ ഘട്ടത്തിലുള്ള ഈ വ്യതിയാനങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഓർത്തോപീഡിക് അപ്ലയൻസ് കൊണ്ട് ശരിയാക്കാൻ പറ്റും. എന്നാൽ വളർച്ച പൂർത്തിയായതിനു ശേഷം ഓപ്പറേഷനിൽ കൂടിയേ ശരിയാക്കാൻ പറ്റൂ. അപ്പം പല്ലെടുക്കുമ്പം കവിളൊട്ടത്തില്ലേ? അതൊക്കെ ആളുകൾ അറിവില്ലാതെ പറയുന്നല്ലേ. അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മോളുടെ പല്ല് നിര തെറ്റിയും പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പല്ലെടുത്ത് സ്പേസ് ഉണ്ടാക്കി ബാക്കി പല്ലുകളെ ആ സ്പേസ് ഉപയോഗിച്ച് താഴ്ത്തി ശരിയാക്കും. മെറ്റാലിക് നിറമല്ലാതെ പല്ലിൻ്റെ നിറമുള്ള കമ്പി ഇടാൻ പറ്റുമോ? പറ്റല്ലോ. പല്ലിൻ്റെ നിറമുള്ള കമ്പികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സെറാമിക് ബ്രാക്കറ്റ്സ് എന്നാണ് അവ അറിയപ്പെടുന്നത്. ചിലർക്ക് പല്ലിൻ്റെ പുറമെ കമ്പിയിടുമ്പോൾ കാഴ്ച അരോചകമായി തോന്നാറുണ്ട്. ഇതിന് പ്രതിവിധിയായി പല്ലിൻ്റെ അകംവശത്ത് കമ്പി ഇടാൻ സാധിക്കുന്നതാണ്. ഇത് ലിംഗ്വൽ ഓർത്തോഡോണ്ടിക്സ് എന്നറിയപ്പെടും. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇടാനുള്ള ഒറ്റ കമ്പിക്ക് പകരമായി S6 റീറ്റൈനേഴ്സ് ഉപയോഗിക്കാം. ഇവ കാണാൻ സാധിക്കില്ല. പിന്നെ കമ്പിയിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വായിൽ കമ്പിയുള്ളപ്പോൾ ആഹാരാവശിഷ്ടങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ആഹാരശേഷം പല്ലുകൾ നന്നായി തേച്ച് സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം കമ്പിയിട്ടുള്ള പല്ലിന് പോടും മോണരോഗവും വരാൻ സാധ്യതയുണ്ട്. കമ്പിയിട്ടിട്ടുള്ളവർക്ക് ഉപയോഗിക്കാനായി ഓർത്തോഡോണ്ടിക് ബ്രഷുകൾ ലഭ്യമാണ്. മോണയുടെ സംരക്ഷണത്തിന് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷസ് ലഭ്യമാണ്. പിന്നെ മാസാമാസം അപ്പോയിൻമെൻറ്റുകൾ മുടക്കരുത്. ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഒറ്റ കമ്പി നിർബന്ധമായും ഡോക്ടർ പറയുന്ന കാലാവധി വരെ ഉപയോഗിക്കണം. അല്ലെങ്കിലേ പല്ല് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെപ്പറ്റിയുള്ള എൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റിയതിന് നന്ദി. ഞാൻ ഉടനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. യെസ്, ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ഏകദേശം 80% ആളുകൾക്കിടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് നിരതെറ്റിയ പല്ലുകൾ. ഇതിൽ ഭൂരിപക്ഷം പ്രശ്നങ്ങളെയും ചികിത്സിക്കുന്നത് പല്ലെടുത്തതിനു ശേഷമാണ്. ഈ ചികിത്സാ രീതി വഴി നിരതെറ്റിയ പല്ലുകളെ ഒരു പരിധിവരെ ക്രമീകരിക്കുവാൻ സാധിക്കും. നിശ്ചിത കാലയളവിലുള്ള ദന്തക്രമീകരണ ചികിത്സയ്ക്ക് ശേഷം ഊരിമാറ്റുവാൻ പറ്റുന്ന ഒറ്റക്കമ്പി നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. ദന്തക്രമീകരണ ചികിത്സയിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, പല്ലുകളുടെയും അനുബന്ധ ഘടനകളുടെയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും.